ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. അതിനായി നമ്മൾ 6 സവാളയും 8 ഉള്ളിയും മുറിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം ഇതാ നോക്കൂ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പുതിന ചപ്പും മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. സവാള വഴഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി മുഴുവനായി നമുക്ക് വഴറ്റി വന്ന സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ ചിക്കന് മസാല വരട്ടുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ തക്കാളിയും നന്നായി അതിലേക്ക് അലിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചതിട്ട് കൊടുക്കാം. പിന്നെ അതും നന്നായി അതിന് ചേർന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ലേശം പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ പുതിനയും അതിലേക്ക് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സായെന്ന് തോന്നുമ്പോൾ അടുത്തതായി നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കനും ആ മസാലയിലേക്ക് നന്നായി മിക്സ് ചെയ്യുക. ഇതുവരെ നമ്മളുടെ മസാല റെഡിയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. നല്ലോണം കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. പിന്നെ അതിനുശേഷം അതേ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സവാള ഇട്ട് പട്ട, ഏലക്കായ, പിന്നെ ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് അരി ഇട്ട് കൊടുക്കാം. നമ്മളുടെ അഷ്റഫ് അരിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നെയ്ച്ചോറ് റെഡിയായതിനു ശേഷം നമുക്കിനി ഇത് ദമ്മിടാം. ലെയറായിട്ട് നമുക്ക് ദമ്മിടാം. ആദ്യം ചോറിട്ടതിന് ശേഷം റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് നന്നായി പരട്ടി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ചോറിടുക. പിന്നെ വീണ്ടും മസാല ഇടുക. അങ്ങനെ നമുക്ക് ലെയറാക്കി 3 ലെയറാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ചോറ് ദമ്മിട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും ഉള്ളിയെല്ലാം മേലെ ജസ്റ്റ് വിതറി കൊടുക്കാം. അങ്ങനെ നമുക്കിതിന് 5 മിനിറ്റ് ദമ്മ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 5 മിനിറ്റ് ദമ്മ് ചെയ്തതിന് ശേഷം നമ്മളുടെ മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി റെഡിയാണ്. ഇതേപോലെ ഒരു ബോളിലേക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി മാറ്റിയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഗായ്സ്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെരി ടേസ്റ്റി. ആൻഡ് താങ്ക്സ് ഫോർ എവരിബഡി.